പണ്ട് കാലത്ത് നമ്മൾ ഉത്സവ പറമ്പുകളിലും പള്ളിപ്പെരുന്നാളുകൾക്കൊക്കെ പോകുമ്പം അവിടെ ഒരുപാട് പൊടിപടലങ്ങൾ വന്നിട്ട് ശ്വാസം മുട്ടൽ കഫക്കെട്ട് കൂടും. അവിടെ ഒരു കടയുണ്ടായിരുന്നു, ചായക്കടയല്ല, ചുക്ക് കാപ്പി എന്ന് വിളിക്കുന്ന കട. ആ ചുക്ക് കാപ്പി എന്ന് പറഞ്ഞാൽ നമ്മുടെ കഫക്കെട്ട്, ശ്വാസസംബന്ധമായ രോഗങ്ങളെ തടസ്സപ്പെടുത്താനുള്ളതാണ്. അപ്പം അങ്ങനെ വരുമ്പം എള്ളും കുരുമുളകും ജീരകവും ഒക്കെ പണ്ട് കാലത്ത് തിളപ്പിച്ച് വെള്ളം കുടിക്കാറുണ്ട്. അതിന് ചുക്ക് കാപ്പി എന്നാണ് പറയുന്നത്. മഞ്ഞുകാലം വരുമ്പം ഇന്ന് നമ്മൾ പച്ച കുരുമുളക്, പച്ച ഏലക്ക, പച്ച ഗ്രാമ്പൂ, പച്ച തിപ്പിലി എല്ലാം കൂടെ അരച്ച് ഞാൻ തേനകത്ത് ചേർത്ത് വെക്കുക. അപ്പോൾ ഇത് കഴിക്കുന്നവർക്ക് അതിൻ്റെ എരിവൊന്നുമില്ല. ഈ തേൻ ആ എരിവിനെ എല്ലാം മാറ്റി നല്ല മധുരമാക്കിയിരിക്കും. അപ്പോൾ ഇത് കഴിക്കുന്നവർക്ക് ശ്വാസം മുട്ടൽ, കഫക്കെട്ട് ഒക്കെ പൂർണ്ണമായിട്ട് മാറുന്നതല്ല, ആശ്വാസം എന്ന് പറയുന്നുണ്ട്. മനസ്സിലാകുന്നില്ലേ? അപ്പം നമ്മൾ പൂർണ്ണമായിട്ട് മാറുമെന്ന് നമ്മളൊന്നും പറയാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ 100% പേരിലും എല്ലാ സാധനവും എന്താവണമെന്നില്ല, എഫക്റ്റ് ആവണമെന്നില്ല. അപ്പം ഒരാളും ഇതിനകത്ത് പരാതി വരാതിരിക്കാൻ വേണ്ടി 100% ഞാൻ പറയുന്നില്ലാത്തതിന് കാരണം എന്താണെന്ന് 99 പേർക്ക് ഇത് ആശ്വാസമാണ്.